ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് സീബ ഷെറിൻ. ഞാനൊരു പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. കഴിഞ്ഞ 6 വർഷമായിട്ട് ഞാൻ മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ ജോലി വളരെ ആസ്വദിച്ചാണ് ചെയ്യുന്നത്. നിങ്ങളുടെ മുഖം എന്തുമാത്രം സൗന്ദര്യമായിട്ട് വെക്കണം, പിന്നെ അതിന്റെ പ്രസന്റിപ്പിനെ കുറിച്ചുമാണ് ഞാൻ പറയാൻ പോകുന്നത്. മുഖത്തിന്റെ പുറംഭാഗത്ത് സൗന്ദര്യം കൂട്ടുന്നതും അത് ജ്വലിപ്പിക്കുന്നതും ഒരുപോലെയാണെന്നാണ് ആളുകൾ വിശ്വസിക്കുന്നത്. പക്ഷേ സത്യം അതല്ല. പക്ഷെ പുറത്തെ ഭംഗിയെന്ന് പറയുന്നത് നിങ്ങളുടെ മുഖത്തെ ചില ഷാഡോസ് ആണ് നിർണ്ണയിക്കുന്നത്. നിങ്ങളുടെ മുഖത്ത് ആവശ്യമില്ലാത്തതിനെല്ലാം അകത്തേക്കാക്കുന്നത്. അതായത് വളരെ മെലിഞ്ഞ സൂപ്പർ മോഡൽസ് എല്ലാം ഇതുപോലെ തന്നെയാണ് ചെയ്യാറുള്ളത്. പിന്നെ ഭംഗി കൂട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അതായത് നിങ്ങൾ ലൈറ്റിന് മുമ്പിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ സൗന്ദര്യം വളരെ നന്നായിട്ട് തോന്നണം. ഇപ്പോ നമുക്ക് വീഡിയോ കാണാം, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ശരി, ഇപ്പൊ നിങ്ങൾക്ക് എന്താണ് ആവശ്യമെന്ന് വെച്ചാൽ, ഒരു ആംഗിൾഡ് ബ്രഷ് ഇതുപോലെ ഉണ്ടാവണം, കുറച്ച് റൗണ്ട് ആയിട്ടുണ്ടാവണം, സോഫ്റ്റും ആയിരിക്കണം, കുറച്ച് റൗണ്ട് ആയിട്ടും ഉണ്ടാവണം. ബ്രഷ് ഇതുപോലെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ മുഖത്തിനേറ്റ പോലെ ചെയ്യാൻ കഴിയൂ. ഇതിന് ഗ്രിപ്പ് ഉണ്ടാവണം, അത് വളരെ അത്യാവശ്യമാണ്. ഇപ്പൊ നിങ്ങൾ ഒരു പെൻസിൽ അല്ലെങ്കിൽ ഒരു ബ്രഷ് എടുത്തോളൂ, അതും വളരെ നേരെ ഉണ്ടാവണം. അത് നിങ്ങളുടെ ചെവിയുടെ അറ്റത്ത് നിന്നും വായുടെ അറ്റം വരെ കൊണ്ടുവരൂ. ഇതാണ് നിങ്ങളുടെ ഗൈഡ് ലൈൻ ആയിട്ട് വർക്ക് ചെയ്യാൻ പോകുന്നത്. പ്രോഡക്റ്റ് നിങ്ങൾ എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാകൂ. ഈ ലൈൻ കഴിഞ്ഞ് നിങ്ങളുടെ മേക്കപ്പ് പോകുവാൻ പാടില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളത് തയ്യാറാക്കി വെച്ചോളൂ. പിന്നെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒന്നും അന്വേഷിച്ച് നടക്കാൻ പാടില്ല. പ്രത്യേകിച്ച് തലമുടിയിൽ ടച്ച് ചെയ്യാനേ പാടില്ല. ആദ്യം തന്നെ ഇങ്ങനെ ചെയ്തു വെച്ചോളൂ. നിങ്ങൾ ഇടാൻ പോകുന്ന മേക്കപ്പ് നിങ്ങളുടെ മുഖത്തിന് മാത്രമാണ്. അത് തലമുടിയിലായാൽ കാണുവാൻ നന്നായിരിക്കില്ല. അതുകൊണ്ട് നിങ്ങളുടെ തലമുടി മാറ്റി വെച്ചോളൂ. ഇപ്പൊ നിങ്ങൾ ഒരു ചീപ്പ് എടുത്തോളൂ. ആ ചീപ്പ് എടുത്തിട്ട് ഞാൻ എങ്ങനെയാണ് വെച്ചിരിക്കുന്നതെന്ന് നോക്കൂ. പ്രോഡക്റ്റ് നിങ്ങൾക്ക് അതിന് മുകളിൽ അപ്ലൈ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ലൈൻ കിട്ടിയിട്ടുണ്ട്. ഇതിനുശേഷം നിങ്ങൾക്ക് ബുദ്ധിമുട്ടേണ്ട ആവശ്യമേ ഇല്ല. ചുറ്റിനുമായി നിങ്ങൾ നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കൂ. അത് തലമുടിയിലാകാത്ത വിധം തലമുടി നന്നായിട്ട് ഒതുക്കി വെക്കൂ. ഇതുപോലെ നെറ്റി വലുതാണെങ്കിൽ ഇതുപോലെ ക്ലീൻ ചെയ്തോളൂ. ചെറിയ മുടിയാണെങ്കിൽ മാറ്റി വെച്ചോളൂ. ഞാൻ ആദ്യം തന്നെ ഇതെല്ലാം ചെയ്തു വെച്ചു. നിങ്ങൾ നിങ്ങളുടെ മേക്കപ്പ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതെല്ലാം ചെയ്തോളൂ. ഇപ്പോൾ ചെവിയുടെ താഴ്ഭാഗത്തായിട്ട് സാധാരണ രീതിയിൽ ആരും ഇവിടെ മേക്കപ്പ് ഇടാറില്ല, പക്ഷെ അത് വളരെ തെറ്റാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ചെവിക്ക് താഴെ മേക്കപ്പ് ഇടാൻ മറക്കരുത് കേട്ടോ. അടുത്തത് കഴുത്തിന്റെ അടിഭാഗത്തായിട്ട് വരൂ. കഴുത്തിന് നിങ്ങൾ ഷാഡോ ഇടുമ്പോൾ അത് ഇനിയും നിങ്ങളെ ഷാർപ്പായിട്ട് അറിയിക്കും. നിങ്ങൾ കവിളിലെ എല്ലിലും മേക്കപ്പ് ഇതുപോലെ ഇടുമ്പോൾ അതും നിങ്ങളെ വളരെയേറെ സൗന്ദര്യവതിയാക്കും. ദേ നോക്കൂ, ഇതുപോലെ ഒരു ചെറിയ ബ്രഷ് എടുത്തോളൂ. ഇതും റൗണ്ടായിട്ട് തന്നെ ഇരിക്കണം. ഇത് നിങ്ങളുടെ മൂക്കിന് സൗന്ദര്യം കൂട്ടുവാനാണ്. നിങ്ങളുടെ മൂക്കിന്റെ ഒരു ഭാഗത്തായിട്ട് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കൂ. അതായത് മൂക്കിന്റെ ഒരു അറ്റത്ത് നിന്നും പിരികത്തിന്റെ കോണ് വരെ ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇട്ടോളൂ. എപ്പോഴും മൂക്കിന് ഇതുപോലെയാണ് മേക്കപ്പ് ഇടേണ്ടത്. ഞാൻ ഒരുപാട് പ്രോഡക്ട്സ് ആണ് ഇടുന്നതെന്ന് കരുതി പേടിക്കണ്ട കേട്ടോ. ഞാൻ 2 രീതിയിലുള്ള ബ്രൗൺ കളേഴ്സ് ആണ് ഇടുന്നത്, അല്ലാതെ വേറൊന്നുമില്ല. ഇപ്പോ മൂക്കിന് താഴെയായിട്ട് കുറച്ച് കളർ ഇടുകയാണ്. ഇതുപോലെ നമ്മൾ ചെയ്യുന്നത് കണ്ട് നമ്മളുടെ മൂക്ക് വളരെ ഭംഗിയായി തോന്നിക്കും. ഇതുപോലെ തന്നെയാണ്. ഇപ്പോൾ നിങ്ങളുടെ വിരലുകൾ യൂസ് ചെയ്ത് താഴ്ഭാഗത്തായിട്ട് ഇതുപോലെ ചെയ്യൂ. ഒരുപാട് പ്രഷർ കൊടുക്കേണ്ട, അതുകൊണ്ട് നിങ്ങളുടെ ഫൗണ്ടേഷൻ എല്ലാം പോകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ വളരെ സോഫ്റ്റ് ആയിട്ട് ചെയ്താൽ തന്നെ മതി. ഇതുപോലെ നിങ്ങളുടെ വിരലുകൾ ഉപയോഗിക്കൂ. ഇതാ നമ്മുടെ കാൻറ്റ്യൂറിംഗ് പണി കഴിഞ്ഞു. ഞാനിപ്പോ ബ്ലഷ് ബേസ് ചെയ്യാൻ പോവുകയാണ്. അതിനുവേണ്ടി ഒരു റൗണ്ട് ആയിട്ടുള്ള ബ്രഷ് എടുത്തോളൂ. ഇത് ഒരുപാട് സോഫ്റ്റ് ആയിട്ടൊന്നും ഉണ്ടാവില്ല, പക്ഷേ നമ്മുടെ പ്രോഡക്റ്റിന് ഇത് ഉപയോഗിക്കാം. ഇപ്പോൾ ഞാൻ എന്റെ കവിളിൽ ബ്ലഷ് ചെയ്യാൻ പോവുകയാണ്. ഇത് നമ്മൾ കവിളിൽ നിന്നും കാത് വരെയും അപ്ലൈ ചെയ്യണം. ഇതുപോലെ തന്നെ ബ്ലെൻഡ് ചെയ്തോണ്ടേയിരിക്കൂ. നിങ്ങൾ തുടർന്ന് ഇതുപോലെ ബ്ലെൻഡ് ചെയ്തോണ്ടിരുന്നാൽ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നാച്ചുറൽ ലുക്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്തോളൂ. ഇതിൽ ബാക്കിയുള്ളത് അങ്ങനെ തന്നെ എടുത്ത് നിങ്ങളുടെ മൂക്കിൽ അപ്ലൈ ചെയ്തോളൂ. അതുപോലെ തന്നെ താടിയിലും നെറ്റിയിലും അപ്ലൈ ചെയ്തോളൂ. അത്രയുള്ളൂ. ഇനി അടുത്തതിന്റെ മുഖത്ത് ജ്വലിപ്പിക്കാനായി ഹൈലൈറ്റിനിങ് ചെയ്യാൻ പോവുക. ഇതിന് ബ്രഷ് ഒന്നും ആവശ്യമില്ല, കൈവിരലുകൾ തന്നെ മതി. ഓക്കെ, ഇതിനെ ഞാൻ ഹൈലൈറ്റിനിങ് ചെയ്യാൻ വേണ്ടി പൗഡർ മിക്സ് ചെയ്ത പ്രോഡക്റ്റ് തന്നെ ഉപയോഗിക്കുകയാണ്. കുറച്ച് കളർ കുറവായിട്ടുള്ളവർ ഐവറി ഷാഡോ യൂസ് ചെയ്യാം. പിന്നെ സ്കിൻ കളർ വളരെ ഡാർക്ക് ആയിട്ടിരിക്കുകയാണെങ്കിൽ ബ്രോൺസിയസ് ഷെയ്ഡും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത് മൂക്കിന്റെ മുകളിൽ വളരെ തിന്നായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ വെട്ടത്ത് നല്ല ബ്രൈറ്റ് ആയിട്ട് കാണുകയുള്ളൂ. ഇനി നിങ്ങളുടെ മുഖം വളരെ ഷാർപ്പായിട്ട് കാണും. ഇപ്പോ വെട്ടത്തിൽ എന്റെ മുഖം എങ്ങനെയുണ്ടെന്ന് കാണാം. ഇത് നിങ്ങളുടെ ചീക്ക് ബോണിൽ തടവൂ. ചീക്ക് ബോൺ എന്ന് പറയുന്നത് കണ്ണിനടി ഭാഗത്തായിട്ടാണ് ഉണ്ടാവുന്നത്. ഇതിനെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് കൊണ്ടുപോയി അങ്ങനെ തന്നെ അപ്ലൈ ചെയ്തോളൂ. ഇനിയൊരു ഭാഗത്തും ഇതുപോലെ തന്നെ ചെയ്തോളൂ. ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ ചീക്ക് ബോൺ വളരെ നന്നായിരിക്കും. നിങ്ങളുടെ മുഖവും വളരെ നന്നായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ മുഖം വളരെ സൗന്ദര്യപൂർണമായും പ്രസരിപ്പോടെയും കാണാൻ കഴിയും. ഇനി നെറ്റിയിലും ഒന്ന് അപ്ലൈ ചെയ്തോളൂ. ലിപ്സിന് മുകളിലായിട്ടും ഒന്ന് അപ്ലൈ ചെയ്തോളൂ. പിന്നെ നിങ്ങളുടെ ചിന്നിലും ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്തോളൂ. അത്രയുള്ളൂ, കഴിഞ്ഞു. ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞു.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എഴുതി അയക്കൂ. നിങ്ങളുടെ കമന്റ്സ് ഞങ്ങൾക്ക് തരൂ. അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.